നല്ലൊരു അടിപൊളി എണ്ണപ്പലഹാരമാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഏലക്കാപ്പൊടിയുടെ അങ്ങോട്ടിട്ട് കൊടുക്കുക, ഒരു നുള്ള് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക, ഒരു അരക്കപ്പ് റവ കുറേശ്ശെ അങ്ങോട്ടിട്ട് കൊടുക്കുക, ഒരു കപ്പ് മൈദയാണ്. മൈദ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കാര്യം ഈ മാവ് ഒന്ന് ടൈറ്റ് ആകുന്നതിനും വരെ മൈദ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ അങ്ങോട്ട് ഇട്ടുമ്പോഴത്തേക്ക് ഇത് മുറിഞ്ഞ് പോകണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്നും ഇരിക്കട്ടെ. നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിക്കകത്താണ് ഇത് റെഡിയാക്കുന്നത്. നമ്മൾ കുറച്ച് എണ്ണ ഇങ്ങോട്ട് ഒഴിക്കും. കയ്യിൽ അല്പം വെള്ളം ഒന്ന് മുക്കിയ ശേഷം ഇതേപോലെ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് മുറിഞ്ഞാൽ തോന്നും, നമുക്കൊന്ന് മാർക്കിട്ട് പോകണം. രണ്ട് സൈഡ് നല്ലപോലെ ഒന്ന് മുറിഞ്ഞതിന് ശേഷം കോരിയെടുക്കുക. അപ്പം ഉണ്ണിയപ്പച്ചട്ടിക്കകത്ത് ഒരു കുട്ടി കേക്ക് അടുപ്പൊക്കെ ഇങ്ങ് നിർത്താം. നമുക്കൊരു കേക്ക് മുറിച്ച് നോക്കാം. ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് 4 മണിക്ക് ഇതേപോലുള്ള പലഹാരങ്ങളൊക്കെ ചെയ്യാം. ഒന്ന് ചെയ്ത് കേട്ടോ.